ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ശർക്കര മൈലാഞ്ചി അല്ലെങ്കിൽ ജീരക മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം വേണ്ടത് 2 ശർക്കരയാണ്. ഇഷ്ടമുള്ളത്ര ശർക്കര എടുക്കട്ടോ. ഞാൻ ഇവിടെ 2 ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 3 ടീസ്പൂൺ ചായപ്പൊടി, 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കോഫി പൗഡറും ആഡ് ചെയ്യാം, ഗ്രാമ്പും ആഡ് ചെയ്യാം. ഞാൻ കോഫി പൗഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്, ഒരു 2-3 ഗ്രാമ്പ് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പാത്രത്തിൻ്റെ നടുക്കൊരു ടൈൽ വെക്കാം. എന്നിട്ട് ചുറ്റിലും ശർക്കരേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രമോ എടുത്ത് നടുവിലായിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കാം. ശർക്കര മിക്സിൻ്റെ പാത്രത്തിൻ്റെ മേലെ വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വേണമെങ്കിൽ വെക്കാം, കാരണം പുക പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചുറ്റിലും തുണിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ പുക നല്ലോണം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റിലും തുണി വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പം തന്നെ ഈ വെള്ളത്തിൽ കുറച്ച് ബബിൾസൊക്കെ വരുന്ന വേണം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അത് ചൂട് തണിയുന്നവരെ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. എടുക്കൊന്നും വേണ്ട, കാരണം അത്രയും ഈ ആവി വന്നിട്ട് ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് പെട്ടെന്ന് ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ അത്രയും ലിക്വിഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടില്ലെങ്കിൽ അത്രയും ആവി ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല സ്റ്റെയിൻ ഉണ്ട്, ലിക്വിഡിൽ തൊടുമ്പം തന്നെ അറിയാം നല്ല സ്റ്റെയിൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ബൗളിലേക്ക് ആക്കി കൊടുത്ത് മൈദപ്പൊടി ഇടാം. മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇടാം. നമുക്ക് നഖത്തുമ്മൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ലിക്വിഡ് ആക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ കോണാക്കേണ്ടിയിട്ട് ഇത് കൊടുക്കാനുള്ളതുകൊണ്ട് കോണാക്കി വെക്കണം. അപ്പോൾ മൈദപ്പൊടി കുറച്ച് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നായിട്ട് 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും, ലിക്വിഡ് നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല. കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യാം. ബീറ്റർ വെച്ചിട്ടോ അങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമുക്ക് നഖത്തുമ്മലിട്ടാൽ നിൽക്കുന്ന ഒരു രീതി, ആ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു നീളമുള്ളൊരു കുപ്പി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഷോക്സും വെക്കാം. ഷോക്സ് വെക്കണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ കുറച്ച് കട്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ കട്ടൊന്നൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പൈപ്പിംഗ് ബാഗിലേക്ക് പേസ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പെട്ടെന്നൊന്നും ഈ ലിക്വിഡ് നമുക്ക് കിട്ടണമെന്നില്ല. ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോഴൊന്നും ലിക്വിഡ് കിട്ടണമെന്നില്ല. ഞാനൊക്കെ ഫസ്റ്റ് ഈ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ നോക്കുന്ന ടൈമിൽ ഒരു തുള്ളി ലിക്വിഡ് പോലും എനിക്ക് കിട്ടില്ല. എൻ്റെ ഈ ടിന്ന് നന്നായിട്ട് കരിഞ്ഞു പോകാമെന്നല്ലാതെ ഒരു ലിക്വിഡ് പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്താൽ നമുക്ക് ഇതിലൊന്നൊരു റെഡി ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ എനിക്ക് കുറേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ലിക്വിഡൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ ഇത് ഉണ്ടാക്കാനൊക്കെ വേണ്ടി പഠിച്ചത്. അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്നാൽ നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്നൊന്നും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല വെച്ചിട്ട് ഇത് ഒഴിവാക്കണ്ട. നമുക്ക് തുടർന്നുകൊണ്ടേ നിൽക്കാം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഓരോ കോണിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലും കൂടുതൽ കിട്ടും. 2 ശർക്കരയൊക്കെ വെച്ചിരിക്കുമ്പോൾ ഒരു 12-13 കോണിൽ കിട്ടും. കോണിൽ കുറച്ച് തിക്കായിപ്പോയി, കുറച്ച് തടി കൂടിപ്പോയി കോണിന്. അതാണ് കുറച്ച് കോണായിപ്പോയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം, കയ്യിലൊക്കെ കണ്ടില്ലോ നല്ല സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നവരെ ടാറ്റാ.